ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् च गणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पति गोपेश गोपिका कांद राधा कांद नमोस्तुते ताप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ വായിക്കുന്നത് മുകുന്ദമാല സ്തോത്ര മൂന്നാമത്തെ ശ്ലോകമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നിഷമാതാജി ഒന്ന് റിസൈറ്റ് ചെയ്യും മൂന്നാമത്തെ ശ്ലോകം. മ്യൂട്ടാണ് മാതാജി. हरे कृष्ण। मुकुन्दमूर्तन प्रणिपत्य याचे भवन्तमेकान्तमियन्तमर्थम् अविस्मृतिश्चरणारविन्दे भवे भवे मे अस्तु भवत्प्रसादात्। The translation is Oh Lord Mukunda, I bow down my head to your Lordship and respectfully ask you to fulfill this one desire of mine, that in each of my future births I will, by your Lordship's mercy, always remember and never forget your Lordship. അപ്പോൾ കുലശേഖർ ആൾവാരുടെ അപേക്ഷ ഭഗവാൻ മുകുന്ദനോട്, അതായത് ഓരോ ജന്മത്തിലും അതായത് ഭാവിയിലുള്ള ഓരോ ജന്മത്തിലും എന്താണ് അങ്ങയുടെ കരുണ കൊണ്ട് എപ്പോഴും അങ്ങയെ സ്മരിക്കാനുള്ള ആ കഴിവ്, ഒരിക്കലും മറക്കാതിരിക്കാനുള്ള ആ കഴിവ് എനിക്ക് ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പർപ്പോട്ട് കുറച്ച് വായിച്ചു, പിന്നെ ഇനി ഇവിടെ നിന്നാണ് വായിക്കേണ്ടത്. The words bhave bhave are very significant here. They mean birth after birth. ഭവ എന്ന് പറഞ്ഞാൽ ഭവസാഗരം അല്ലെ? എന്താ ഭവസാഗരത്തിന്റെ അർത്ഥം എന്താ? ജനിമൃതികളിൽ നിന്നുള്ള ആ ചക്രത്തിൽ നിന്ന് പ്രഭു. അതെ, ജന്മമൃത്യു ജരാവ്യാധി അത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന സ്ഥലമാണ് ഭവസാഗരം. അപ്പൊ അതാണ് ഭവേ ഭവേ. ഓരോ ജന്മത്തിലും എന്താണ് വേണ്ടത്? are very significant here. They mean birth after birth. ജന്മജന്മാന്തരമായിട്ട് ഉള്ള ആ ഒരു ചക്രം. Unlike the jnanis who aspire to merge with the impersonal absolute and thereby stop the process of repeatedly taking birth, a pure devotee is never afraid of this process. അപ്പോൾ ജ്ഞാനികളെ എപ്പോഴും മുക്തി കിട്ടിയാൽ, മുക്തിക്ക് ശേഷം എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ്? ബ്രഹ്മജ്യോതിയിലെ ലീനാവ് അല്ലെ, ലയിക്കുക. പക്ഷെ ഭക്തന്മാരങ്ങനെയല്ല. ഭക്തന്മാർക്ക് ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹമില്ല, ഭഗവാനെ സേവിക്കുക. അതാണ്. അപ്പൊ ഈവൻ ഭൗതിക ലോകത്തിൽ വീണ്ടും ജനിക്കേണ്ടി വന്നാലും എൻ്റെ ആ ഭഗവാനോടുള്ള ആ സ്നേഹം, ആ സ്മരണ ഒരിക്കലും നശിക്കരുത് എന്നുള്ള ഒരേ ഒരു ആഗ്രഹമേ ഭക്തന്മാർക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ കുലശേഖർ ആൾവാറും പറയുന്നത്. In the Bhagavad Gita 4.9, Lord Krishna says that his birth and deeds are all divyam, transcendental. അതായത് ജന്മ കർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ त्यक्त्वा देहं पुनर्जन्म मामेति स्वार्जुन. In the same chapter 4.5, the Lord says that both
he and Arjuna had many previous births, but that while the Lord could remember all of them, Arjuna could not. Okay. അതായത് ഭഗവാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഒരുപാട് തവണ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം ഞാൻ ഓർക്കുന്നു, അർജുന നീ അത് ഓർക്കുന്നില്ല. കാരണം എന്താണ് വ്യത്യാസം? ഭഗവാനും അർജുനനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭഗവാൻ ആരാണ്? പരമാത്മാവ്, ആ, ട്രാൻസ്ജെൻഡർ. ജീവാത്മാവ്. അപ്പൊ ജീവാത്മാവിന് എന്താണ് ഒരു ലിമിറ്റേഷൻ? ആ ഒരു പെർട്ടിക്കുലർ ലൈഫിലെ ആ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമേ ഓർമ്മിക്കാനുള്ള ശക്തിയുള്ളൂ. കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മിക്കാനുള്ള ശക്തി ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അർജുനന് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഒന്നും ഓർമ്മയില്ല. പക്ഷേ ഭഗവാൻ എന്താണ്? സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്, പരമസത്യമാണ് അല്ലെ? സത്യം പരം ധീമഹി. നമ്മൾ ആ ഭഗവാനിലാണ് ധ്യാനിക്കുന്നത്. ആ ഭഗവാന് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അറിയാം, എല്ലാം അറിയാം. അത് ഈ പ്രപഞ്ചത്തിലെ മാത്രമല്ല, ആധ്യാത്മിക ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നു, എവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നു അതും അറിയാം. ഭൗതിക ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നു അതും പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അറിയാം. അപ്പോൾ ആ ഭഗവാൻ ഇതെല്ലാം അറിയാം. കഴിഞ്ഞ എത്ര ജന്മങ്ങളായിട്ട് അർജുനൻ കൂടെ ഉണ്ടായിരുന്നു, ഏത് സമയത്ത് എന്തു ചെയ്തു എല്ലാം അറിയാം. പക്ഷെ അർജുനൻ അതറിയില്ല. അതാണ് അർജുനോട് പറയുന്നത്, എല്ലാം എനിക്കറിയാം, അർജുന തനിക്കത് അറിയില്ല എന്നാണ് പറയുന്നത്. For the Lord there is no difference between past, present and future. But for the living being who has forgotten the Lord, there is a difference on account of his being forgetful of the past and ignorant of the future. അതായത് ഭഗവാന് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള ഒരു ഇതില്ല. കാരണം നമ്മളെല്ലാം കാലത്തിന്റെ അധീനത്തിലാണ്. ഭഗവാൻ കാലത്തിന്റെ അതീതമായിട്ട് നിൽക്കുന്നത് വ്യക്തിയാണ് അല്ലെ? പരമപുരുഷോത്തം ഭഗവാൻ കാലത്തിന് അതീതമാണ്, നമ്മൾ കാലത്തിന് അധീനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ എറ്റേണൽ ടൈമില് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഉണ്ട്. ഭൗതിക ലോകത്തിലെ അചിത് കാലമാണ്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഉണ്ട് അല്ലെ? അപ്പോൾ അതിന്റെ അധീനത്തിലാണ് എല്ലാ ജീവജാലങ്ങളും. നമുക്ക് വയസ്സാവുന്നതും നമ്മള് വയസ്സായി കഴിഞ്ഞാൽ ഈ ജീവിതം അവസാനിച്ച് വേറെ ഒരു ജന്മം എടുക്കുന്നതെല്ലാം സമയത്തിന്റെ ആ ഒരു ഇതുകൊണ്ടാണ്. ഓക്കെ, അതിന്റെ ഒരു പ്രാബല്യം കൊണ്ടാണ്. നേരെ മറിച്ച് ഭഗവാൻ സമയത്തിന്റെ അധീനത്തിലാണോ? അല്ല. സമയത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്. എന്താണ് ഭഗവാൻ പറയുന്നത്? അഹം കാലോസ്മി അല്ലെ? ഞാൻ കാലമാകുന്നു, ഞാൻ സമയമാകുന്നു. ആധ്യാത്മിക ലോകത്തിലെ ഈ സമയം ചിത് കാലമാണ്. ചിത് കാലം എന്ന് പറഞ്ഞാൽ അവിടെ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല, ഇപ്പൊ നടക്കുന്ന അതല്ല അതിന്. അതുകൊണ്ട് അവിടെ നാശം സംഭവിക്കുന്നില്ല, ചേഞ്ച് സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. എവിടെയത്? Past, present and future. For the Lord there is no difference between past, present and future. ഭഗവാനെ സംബന്ധിച്ചോളം അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി, ഇത് മൂന്നും യാതൊരു വ്യത്യാസമില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ സമയത്തിന്റെ അധീനത്തിലാണ്. ഭഗവാൻ സമയത്തിന്റെ അതീതമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതാണ് ഇവിടെ പറയുന്നത്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ബട്ട് ഫോർ ദ ലിവിംഗ് ബീയിങ് ഹു ഹാസ് ഫോർഗോട്ടൻ ദ ലോർഡ്, there is a difference on account of his being forgetful of the past and ignorant of the future. ഫ്യൂച്ചറിൽ, ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു നമുക്കറിയില്ല. പാസ്റ്റില് അല്ലെ, ഭൂതകാലത്ത് എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. ഭഗവാന് ഭൂതകാലം അറിയാം, വർത്തമാനകാലം അറിയാം, ഭാവിയും അറിയാം. So but a living entity who always remembers the Lord and is thus his constant companion is as transcendently situated as the Lord himself. For such a devotee, birth and death are one and the same, because he knows that such occurrences are only ephemeral flashes that do not affect his spiritual existence. അപ്പോൾ ഒരു പരമഭക്തന്മാർക്ക്, ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനെ പോലെ തന്നെ ഈ സമയം ബാധിക്കില്ല. ഒരു എക്സ്റ്റേണൽ ആയിട്ട് അവർ കാണുന്നതല്ലാണ്ട് അത് അവരുടെ ആ ഭക്തന്മാരുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കില്ല. അത് കാരണം ഭഗവാന്റെ ആഗ്രഹപ്രകാരം ആണ് അവർ വരുന്നതും പോകുന്നതും. ഒരു പരമഭക്തന്റെ കാര്യം പറയുന്നത്, ശുദ്ധഭക്തൻ അവരുടെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ വരുന്നത്. ഭഗവാൻ ആഗ്രഹിക്കുന്നു
ഈ ഭക്തൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എൻ്റെ ലീലയിൽ ഭാഗഭാക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഭക്തൻ ഈ ഭൗതിക ലോകത്ത് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് മാത്രം. പക്ഷേ എക്സ്റ്റേണലി ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ സാധാരണ ജീവനായിട്ട് ഇവിടെ വരുന്നു. ആ ലീല കഴിഞ്ഞാൽ ഭഗവാൻ തൻ്റെ കൂടെ കൊണ്ടുപോയി അല്ലെങ്കിൽ തിരിച്ച് വൈകുണ്ഠത്തിലേക്കോ ഗോലോകത്തിലേക്കോ തിരിച്ചയക്കുന്നു. ഈവൻ ദ്വാപരയുഗത്തിൽ ഭഗവാൻ വന്ന സമയത്ത് തൻ്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകുണ്ഠവാസികളെ ഗോലോകവാസികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെർട്ടിക്കുലർ മിഷൻ ദ്വാപരയുഗത്തിലെ ഭഗവാന്റെ ലീലകളെല്ലാം അവസാനിച്ച ശേഷം അവരെല്ലാവരെയും തിരിച്ചയച്ചു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവൻ അവർക്കും അറിയില്ല ഇങ്ങനത്തെ ലീലകളുടെ ഭാഗമാക്കാണ് അവരെന്ന്. അവരും എങ്ങനെ ഒരു നാടകത്തിലെ അഭിനേതാക്കള് എങ്ങനെ ആ ഒരു ക്യാരക്ടറിൽ മുഴുകി ജീവിക്കുന്നുവോ, അവർ ആ അഭിനയ സമയത്ത് അവർ മറക്കുന്നു അവര് എന്താണെന്നുള്ളത് അല്ലെ. അതേപോലെ ഇവിടെ ഭൗതിക ലോകത്തില് തൻ്റെ ഭക്തന്മാരെ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവരും ഇതെല്ലാം മറന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ലീല വളരെ നാച്ചുറലായിട്ട് അവിടെ പര്യവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പറയുന്നത്, ഹിസ് കോൺസ്റ്റന്റ് കമ്പാനിയൻ ഈസ് ആസ് ട്രാൻസെൻഡന്റലി സിറ്റുവേറ്റഡ് ആസ് ദ ലോർഡ് ഹിംസെൽഫ്. ഫോർ സച്ച് എ ഡിവോട്ടി ബർത്ത് ആൻഡ് ഡെത്ത് ആർ വൺ ആൻഡ് ദ സെയിം. അപ്പൊ അത് അവരുടെ ജനനം ഉണ്ടെങ്കിലും ശരി, അവർ ജനിച്ച സമയത്താണെങ്കിലും ശരി, മരിക്കുന്ന സമയത്താണെങ്കിലും ശരി, എങ്ങനെയായാലും ശരി, അവർ ജനിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും അവർക്ക് യാതൊരു വ്യത്യാസമില്ല. കാണിച്ചാൽ അവരുടെ പരമലക്ഷ്യം എന്ന് പറഞ്ഞത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ആ ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അവർക്ക് ഭൗതിക ലോകമോ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകമോ ആ തമ്മിലുള്ള വ്യത്യാസം അവർക്ക് ഒരിക്കലും അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത്. For such a devotee, birth and death. We may use a crude example to illustrate the difference between a devotee's death and ordinary man's death. In her mouth, the cat captures both her offspring and her prey, the rat. Such capturings may appear the same, but there is a vast difference between them. While the rat is being carried in the cat's mouth, his sensation is poles apart from that of the cat's offspring. For the rat, the capture is as painful death strike, while for the offspring it is a pleasurable caress. നമുക്കറിയാം, രാമാനുജാചാര്യ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു പൂച്ചയുടെ വായല് ഒരു എലി ഉണ്ടെങ്കിൽ അതിന്റെ ആ എലിയുടെ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും? അത് ഡെത്താണ് അല്ലെ, അതിന് മരണം ഉറപ്പാണ്. അതേ പൂച്ചയുടെ വായല് ഒരു പൂച്ചക്കുട്ടിയെ കടിച്ചിട്ട് പൂച്ച കൊണ്ടുപോവാണ്, അമ്മ പൂച്ച കൊണ്ടുപോവാണ്, വല്ല പ്രശ്നമുണ്ടോ? വളരെ സേഫ് ആയിട്ട് അതിന് തോന്നും, ഒരു പേടി ഉണ്ടാവില്ല. എലിക്ക് വളരെ പേടിയാണ്, കാരണം അതിന്റെ കഥ കഴിഞ്ഞു, ഇനി ജീവിക്കാൻ പോകുന്നില്ല. പക്ഷെ പൂച്ചക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ അതേപോലെയാണ് ഭഗവാന്റെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് യാതൊരു പേടി ഉണ്ടാവില്ല. ഭഗവാനെ മറന്ന് നമ്മള് ഈ ഭൗതിക ലോകത്തിലെ മായയുടെ അധീനത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് പേടി, ഓരോ സ്റ്റെപ്പിലും നമുക്ക് പേടിയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. പ്രഭുപാദ ആ എക്സാമ്പിൾ ആണ് പറയുന്നത്. So similarly, the death of an ordinary man is vastly different from a devotee's passing away from the active scene of material existence. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ മരിക്കുമ്പോഴും ഒരു ഭക്തൻ മരിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഇവിടെ പ്രഭുപാദ പറയാൻ ഉദ്ദേശിക്കുന്നത്. The death of an ordinary man occurs against the background of his past good and evil deeds, which determine his next birth. But for a devotee, the case is different. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ബർത്ത്, ഭാവിയിൽ എന്തായിത്തീരും എന്ന് അദ്ദേഹത്തിന്റെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ബട്ട് ഫോർ എ ഡിവോട്ടി the case is different. ഡിവോട്ടീസിന് അതിന്റെ കേസ് വ്യത്യസ്തമാണ്. എന്താണ്? ഈവൻ ഇഫ് ദ ഡിവോട്ടി has failed to perfect the devotional service, he is guaranteed to take birth in a good family, a family of learned and devoted brahmanas, for a family of rich Vaishyas merchant. അപ്പോൾ ഒരു ഭക്തൻ, ആ ഭക്തൻ തൻ്റെ ഭക്തിയുത സേവനത്തില് പരിപക്വ അവസ്ഥയിൽ വന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കുടുംബത്തില് അടുത്ത ജന്മം അവർക്ക് ജന്മം കിട്ടും എന്നാണ്
ഇവിടെ പറയുന്നത്. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഒരു ഭക്തൻ തൻ്റെ ഭക്തി പൂർണ്ണത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭഗവാൻ ഇത് പറയുന്നത്. അവരെല്ലാവരും നല്ല ഒരു കുടുംബത്തില്, നല്ലൊരു കുടുംബം എന്ന് പറയുന്നത് ഡിവോട്ടി ഫാമിലിയിലായിരിക്കും, ധനികരുടെ കുടുംബത്തിലായിരിക്കും. ഓക്കെ, അവിടുന്ന് ഭക്തി സേവനം ഫർദറായിട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന തരത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിക്കും എന്നാണ് പറയുന്നത്. വൈശ്യാസ്, മർച്ചൻസ്, അവിടെ എ പേഴ്സൺ ഹു ടേക്സ് ബർത്ത് ഇൻ സച്ച് എ ഫാമിലി ഹാസ് എ ഗുഡ് ചാൻസ് ടു പ്രാക്ടീസ് ഡിവോഷണൽ സർവീസ് ആൻഡ് ഇംപ്രൂവ് ഹിസ് സ്പിരിച്വൽ കൾട്ടിവേഷൻ. അപ്പൊ അങ്ങനെ നമുക്ക് നല്ലൊരു ജന്മം കിട്ടുമ്പോൾ, നല്ലൊരു പാരന്റേജ് കിട്ടുമ്പോൾ, നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ നമുക്ക് നമ്മളുടെ ഭക്തി സേവനം അവിടുന്ന് വളരെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഭക്തി സേവനം പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഹാഫായിട്ട് നമ്മൾ നിർത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എവിടെ നിർത്തിയോ അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും അതിനുള്ള ഒരു പാരന്റേജും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വന്നു ചേരും എന്നാണ് പറയുന്നത്. Unfortunately, in this iron age, the members of well-to-do families generally misuse their wealth. പ്രഭുപാദ ഒരു പർപ്പോട്ടിൽ ഇതിൻ്റെ ഇതിലെനിക്ക് ഓർമ്മയില്ല, ഭഗവത്ഗീതയിലോ ഭാഗവതിലോ ഓർമ്മയില്ല. അതായത് ദിസ് ഹംബിൾ സെൽഫ് ആൻഡ് മൈ ഗുരു മഹാരാജ് had the opportunity to take birth in a what do you call nice devotee family. ശ്രീല പ്രഭുപാദരും ഡിവോട്ടി ഫാമിലിയിലാണ് ജനിച്ചത്. ശ്രീല പ്രഭുപാദര ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ഡിവോട്ടി ഫാമിലിയാണ് ജനിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ സുഹൃതം കാരണമാണ് അങ്ങനെ ഭക്തന്മാരുടെ ഫാമിലിയിൽ ജനിക്കാൻ പറ്റിയത്. പക്ഷെ ഭഗവാന്റെ പരമ ഭക്തന്മാരാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ശ്രീല പ്രഭുപാദരും എല്ലാം ശുദ്ധ ഭക്തന്മാരാണ്. അവരൊന്നും അവരുടെ കർമ്മബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ ജനിച്ചിരിക്കുന്നത്. അവരെല്ലാം ഭഗവാൻ തന്നെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഭഗവാന്റെ ലീലകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതായത് ശ്രീല പ്രഭുപാദരുടെ ആ ഹ്യൂമിലിറ്റി കാരണം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മളും ഭക്തി ചെയ്യുകയാണെങ്കിൽ അഥവാ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നല്ല കുടുംബത്തിൽ ജനനം കിട്ടും എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രഭുപാദ ഒരു സ്റ്റേറ്റ്മെന്റ് ആ പർപ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി ഇൻ ദിസ് അയൺ ഏജ് the members of well-to-do families generally misuse their wealth. അപ്പോൾ ചില സമയത്ത് എങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ നല്ലൊരു വെൽത്തി ഫാമിലിയിൽ ധനികരുടെ കുടുംബത്തിൽ ജനിച്ചാൽ നമ്മൾ എന്തായി ചിലപ്പോൾ തെറ്റായിട്ടുള്ള പാതയിൽ കൂടെ സഞ്ചരിക്കും. കാരണം പണമുണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം കൂടും, എന്തും ചെയ്യാം, എന്തും നേടിയെടുക്കാം. പണമാണല്ലോ ഒരു മെയിനായിട്ടുള്ളൊരു ക്രൈറ്റീരിയ. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാം, ആരെയും നമുക്ക് വിലയ്ക്ക് വാങ്ങാം. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പൈസയ്ക്ക്. അപ്പോൾ അത് അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മളെ അധോലോകത്തിലേക്കാണ് കൊണ്ടുപോവുക, നമ്മളെ താഴ്ന്ന ലോകത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ തെറ്റായിട്ട് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും പൈസ കൊണ്ട്, അഹങ്കാരം കൊണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിങ് ദർ സ്പിരിച്വൽ കണ്ടീഷൻ ദേ ആർ മിസ്ലെഡ് ബൈ ഫോൾട്ടി അസോസിയേഷൻ ആൻഡ് ഫോൾ വിക്ടിം ടു സെൻസുവാലിറ്റി. അപ്പം നമ്മൾ അസത്സംഗത്തിൽപ്പെട്ട് അങ്ങനെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിന് പകരം അങ്ങനെ അസത്സംഗത്തിൽപ്പെട്ട് ഭൗതിക തലത്തിലുള്ള ആ ഭോഗവൃത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. സെൻസുവാലിറ്റി, വിക്ടിം ടു സെൻസുവാലിറ്റി. ടു ബി സേവ്ഡ് ഫ്രം ദിസ് faulty association, King Kulashekara prays fervently to the Lord that he may never forget his lotus feet in any future birth. അപ്പോൾ അങ്ങനൊരു സ്ഥിതി നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുലശേഖര ആൾവാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഏതൊരു ജന്മത്തിലും എനിക്ക് അങ്ങയുടെ സ്മരണം ഉണ്ടായിരിക്കണം, ഒരിക്കലും ഞാൻ അങ്ങയെ മറക്കരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കുലശേഖർ ആൾവാർ ഇവിടെ പറയുന്നത്. A devotee who perfects his devotional service certainly goes back to Godhead without a doubt. So for him there is no question of birth or death. അപ്പോൾ ഏതൊരു ഭക്തനാണോ ഈ ജന്മത്തിൽ തന്നെ
പൂർണ്ണമായിട്ടും പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അവർ തീർച്ചയായിട്ടും ഈ ജന്മം കഴിഞ്ഞാൽ അവരുടെ ആധ്യാത്മിക ലോകത്ത്, വൈകുണ്ഠ ലോകത്തിൽ അവരുടെ സ്വരൂപം കിട്ടി ഭഗവത് സേവനം ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വൈകുണ്ഠത്തിലെത്തും. പക്ഷെ അത് പെർഫെക്ഷൻ സ്റ്റേജിൽ എത്താതെ, പരിപൂർണമാക്കാതെ, ഭക്തിയുത സേവനം പരിപൂർണമാക്കാത്ത ആൾക്കാരുടെ സ്ഥിതിയാണ് പറയുന്നത്, ഇൻകംപ്ലീറ്റ് ഡിവോട്ടീസ്. അവരുടെ ആധ്യാത്മിക ജീവിതം ഇൻകംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാർ, അവരുടെ എന്താണ് സ്ഥിതി, അവരെവിടെ പോകും എന്നാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ട് അങ്ങോട്ട് റിസ്ക് എടുക്കാൻ കുലശേഖർ ആൾവാർ തയ്യാറല്ല. അപ്പോൾ അവിടെ ഈവൻ എനിക്ക് ഇവിടെ പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിലും, ഈ ലൈഫിൽ, ഈ ജീവിതത്തിൽ എനിക്ക് പെർഫെക്ഷൻ കിട്ടാൻ പറ്റിയില്ലെങ്കിലും, നേടാൻ പറ്റിയില്ലെങ്കിലും, എനിക്ക് ഏത് ജീവിതം, ഏത് ലൈഫാണെങ്കിലും ശരി, പക്ഷെ അങ്ങേ മറക്കാൻ ഒരു അവസരം ഉണ്ടാവരുത്, എപ്പോഴും അങ്ങേ സ്മരിക്കാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി തരണേ എന്നാണ് കുലശേഖർ ആൾവാർ അവിടെ പറയുന്നത്. So, and as mentioned above, a devotee who does not achieve complete perfection is guaranteed to take his birth in a learned and well-to-do family. But even if a devotee is not given the advantage of good parentage, if he can attain the benediction of always remembering the lotus feet of the Lord, that is greater than any number of material assets. അപ്പൊ നമുക്ക് നല്ലൊരു കുടുംബത്തിൽ ജന്മം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാനെ മറക്കാതിരിക്കട്ടെ. അതാണ് ഏറ്റവും നമ്മുടെ അസറ്റ്, ഏറ്റവും വലിയ അസറ്റ്. അപ്പൊ അതാണ് വേണ്ടത്. നമ്മൾ എവിടെ ജനിച്ചാലും കുഴപ്പമില്ല, അത് ഇമ്മെറ്റീരിയലാണ്. പക്ഷെ അങ്ങനെ നല്ലൊരു ജനം കിട്ടിയാൽ നമുക്കൊരു കണ്ടീസീവ് അറ്റ്മോസ്ഫിയർ, ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യാനുള്ളത്. ഈവൻ ഇല്ലെങ്കിലും നമുക്ക് എന്താണ്, ഭഗവാനെ മറക്കരുത് ഏത് പരിസ്ഥിതിയിലും, അല്ലേ? ഇപ്പോൾ ഭരത മഹാരാജാവിൻ്റെ കഥ അറിയാം. ഋഷഭദേവന്റെ മകൻ, അല്ലെ, ഫോർമോസ്റ്റ് സൺ ഭരത മഹാരാജ്. എല്ലാ രാജകീയമായിട്ടുള്ള ആ ജീവിതം നയിക്കുന്ന, എല്ലാ ഓപ്പുലൻസും ഐശ്വര്യത്തിൽ ജീവിതം നയിക്കുന്ന ആ ഭരത മഹാരാജാവ് തീരുമാനിച്ചു, രാജകീയമായിട്ടുള്ള ഈ ജീവിതം അവസാനിച്ച് ഞാൻ ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകണം. ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി കാട്ടിൽ പോയി. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ മാൻകുട്ടിയുടെ ആ പ്രശ്നത്തിൽ പെടുന്നത്. നമുക്കെല്ലാവർക്കും കഥ അറിയാം. മാൻകുട്ടിയോടുള്ള അറ്റാച്ച്മെന്റിൽ ഭരത മഹാരാജ് ദേഹം വെടിയാണ്. അപ്പൊ ആ സമയത്ത് ഭഗവാൻ പറയുന്നത്, അന്ധകാലേച്ച മാം ഏവ സ്മരൻ മുക്ത കലൈവരം യത് പ്രയാത്തസി മദ്ഭാവം യാതി നാസ്യത്ര സംശയ. എന്താണോ ഞാൻ നമ്മളുടെ ദേഹം വെടിയുന്ന സമയത്ത് എന്താണോ ആലോചിക്കുന്നത്, എം വാപ്പി സ്മരൻ ഭാവം ത്യജത് അന്തേ കലൈവരം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണോ, എന്ത് സ്റ്റാറ്റസിലാണോ, ഏതും മൈൻഡിലാണോ നമ്മളുള്ളത്, ആ സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് നമുക്ക് വന്ന് ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ്, മാനിനാണോ ഓർത്തിരുന്നത്, മാനായിട്ട് ജനിച്ചു. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് എന്തായി, ആ മാനിന്റെ ശരീരത്തിലും ഭരത് മഹാരാജ് ആ മാനിന്റെ ശരീരത്തിലും ഭഗവാനെ മറന്നില്ല. അത് ഭഗവാന്റെ കൃപയാണ്, അല്ലേ? നമ്മള് സാധാരണ ഒരു താഴ്ന്ന ശരീരത്തിൽ, താഴ്ന്ന യോനിയിൽ ജന്മം കിട്ടുമ്പോൾ, എന്തിന് താഴ്ന്ന യോനി, ഈവൻ മനുഷ്യജന്മത്തിന് കിട്ടിയാലും നമുക്ക് കഴിഞ്ഞ ജന്മം ഓർക്കാനുള്ള കഴിവില്ല. അപ്പൊ ഇവിടെ എസ് എ സ്പെഷ്യൽ മേഴ്സി ഭരത മഹാരാജ് ഒരു മാനിന്റെ യോനിയിൽ ജന്മം കിട്ടിയിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാം ഓർമ്മ കൊടുത്തു. അപ്പൊ താൻ ചെയ്തിട്ടുള്ള തെറ്റ് എല്ലാം ഓർമ്മ വന്നു. അപ്പൊ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. പിന്നീട് ജഡഭരതനായി, അതിലും ഭഗവാന്റെ മേഴ്സി കൊണ്ട് അദ്ദേഹത്തിന് എല്ലാം ഓർമ്മ വന്നു. ആ 3 ജന്മം, ഭരത മഹാരാജ്, മാന്, ജഡഭരതൻ, അത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് മുക്തി കിട്ടിയത്, ഭഗവാന്റെ ഭഗവത്ധാമിലേക്ക് പോകാനുള്ള ഇത് കിട്ടിയത്. അപ്പോൾ നല്ലൊരു ഭക്തനായി തീർന്നാൽ ഭഗവാന്റെ ആ സ്പെഷ്യൽ മേഴ്സിൻ്റെ ആയിരിക്കും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ഓർമ്മ തരും. ഒരു കൺഡ്യൂസീവ്, ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ കർമ്മത്തിന് വിട്ടുകൊടുക്കും ഭഗവാൻ. നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി, ബഹിരാംഗ ശക്തിയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, എന്ത് കിട്ടണം, എന്തെല്ലാം അനുഭവിക്കണം, നല്ലതും ചീത്തയും, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഭഗവാന്റെ മായാശക്തിയാണ്. ഭഗവാൻ അതിൽ ഇടപെടില്ല. പക്ഷെ ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ ഭഗവാൻ അതിൽ ഇടപെടും. പിന്നെ മായാദേവിക്ക് വിട്ടുകൊടുക്കില്ല. അപ്പൊ ഇവിടെ എല്ലാം ശുദ്ധ ഭക്തന്മാരെല്ലാം ഭഗവാന്റെ
അധീനത്തിലാണ്. ഭഗവാനാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അർജുനന്റെ തേര് നയിക്കുന്നതാണ് ഭഗവാനാണ്. അത് പ്രകൃതിക്കോ മായാദേവിക്ക് വിട്ടുകൊടുത്തില്ല. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതി മാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത ഭൂതാദിം അവ്യയം എന്ന് പറയുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതി മാശ്രിത. അതായത് മഹാത്മാക്കള്, ഓ പാർത്ഥ, ഓ അർജുന, മഹാത്മാക്കളായിട്ടുള്ള ശുദ്ധഭക്തന്മാരായിട്ടുള്ള ആര് ദേവീം പ്രകൃതി ആശ്രയി, എൻ്റെ ദേവീം പ്രകൃതിയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ദേവീം പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാത്മാക്കളെ ദേവീം പ്രകൃതിയാന്ന് പറയുന്നത്. എന്താണ് ദേവീ പ്രകൃതി എന്ന് പറഞ്ഞാൽ? അറിയില്ല? ഭഗവാന്റെ രണ്ട് എനർജി ഉണ്ട്, രണ്ട് മായ ഉണ്ട്. അറിയില്ലേ ഏതൊക്കെയാണ്? യോഗമായും മഹാമായും. ഭക്തന്മാരെ ഏത് മായയുടെ കീഴിൽ വരും? യോഗമായ. യെസ്, യോഗമായാണ്. ഭഗവാന്റെ യോഗമായിട്ട് ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻഷ്യലാണ് അവർക്ക്. അതാണ് ദേവീം പ്രകൃതി. അതായത് മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതി മാശ്ര. അതായത് ദേവീം പ്രകൃതി ഡിവൈൻ എനർജി ഭഗവാന്റെ യോഗമായ പൊട്ടൻഷ്യയുടെ അധീനത്തിൽ. അതായത് ഭഗവാൻ സ്വയം അതിനെ നിയന്ത്രിക്കും. അപ്പൊ അർജുനെ നിയന്ത്രിക്കുന്ന ആരാണ്? അർജുനന്റെ കർമ്മമാണ് നിയന്ത്രിക്കുന്നത്, അതോ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്? അർജുനൻ ആരുടെ അധീനത്തിൽ വരും? യോഗമായ അല്ലെങ്കിൽ മഹാമായ? ആരുടെ അധീനത്തിലാണ്? പ്രഭു അപ്പൊ യോഗമായ. ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി യോഗമായ പൊട്ടൻസിയാണ്. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപ്രകാരം അർജുനൻ ചെയ്യുന്നത്. അർജുനൻ തന്റെ ഒരു ഫ്രീ വില്ലില്ലേ, അതെല്ലാം ഭഗവാൻ സമർപ്പിച്ചു. ഭഗവാന്റെ ബുദ്ധി, അതായത് അർജുനന്റെ ബുദ്ധിയും കൂടി സമർപ്പിച്ചു. എനിക്കൊന്നും വേണ്ട, എല്ലാം യു ടേക്ക് ദ റെയിൻസ്, യു ടേക്ക് ദ കൺട്രോൾ ഓഫ് മൈ കാർ. അങ്ങനെയാണ് ഭഗവാൻ അർജുനന്റെ രഥത്തിനെ ഓടിക്കുന്നത്. അർജുനൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്, എനിക്ക് ഈ ഫ്രീഡം വേണ്ട. അങ്ങയുടെ ആ കയ്യിലുള്ള സ്ട്രിങ്സിൽ, അതായത് നമ്മളുടെ കൂത്ത് കളിക്കില്ലേ, എന്താണ് പറയാ, പാവക്കൂത്ത്. ആ പാവക്കൂത്ത് എങ്ങനെ കളിക്കുന്നത്? ആ നൂലുണ്ട്. ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത്? അത് കളിപ്പിക്കുന്ന ആള് അല്ലേ? അതേപോലെ ഇവിടെ അർജുനന്റെ ഓരോ ആക്ഷനും ഓരോ ആക്ടിവിറ്റിയും ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഭഗവാൻ. അതേപോലെ ഭക്തന്മാരുടെ ശുദ്ധ ഭക്തന്മാരുടെ ഓരോ ആക്ടിവിറ്റീസിനും ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ്. അതാണ് മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതി മാശ ഭജന്തി അനന്യ മനസ്സു. ഭജന്തി അനന്യ മനസ്സോ. എന്താണ് ഭജന്തി? അത് എന്നെ ആരാധിക്കുന്നു. അനന്യ മനസ്സ്, വേറൊരു ചിന്തയില്ല. നമുക്ക് എന്താ പേടിയാണ്? ഭഗവാനെ മാത്രം ഞാൻ ധ്യാനിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ, അയ്യോ എനിക്ക് അതെന്താവും, ഇതെന്താവും, മറ്റേതെന്താവും, അതുകൊണ്ട് അവിടെയും പോകണം ഇവിടെയും പോകണം. നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ സ്നേഹം അല്ലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പേടി കൊണ്ട് നമുക്ക് വിശ്വാസമില്ല. ഭഗവാൻ ഈസ് ദ ഓൺലി പ്രൊട്ടക്ടർ. അതിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമില്ല അല്ലേ? ഭഗവാനാണ് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെ ശുദ്ധഭക്തന്മാര് ഭജന്തി അനന്യ മനസ്സ്, അവർക്ക് വേറൊരു ചിന്തയില്ല. എപ്പോഴും ഭഗവാൻ തന്നെ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ജ്ഞാത്വ ഭൂതാദിമയം, അതും മനസ്സിലാക്കുന്ന ആൾക്കാരെ അവര് നശിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെല്ലാം ഭഗവാന്റെ അധീനത്തിലും യോഗമായ ശക്തി, അതായത് ഇന്റേണൽ പൊട്ടൻഷ്യയുടെ കീഴിലും, ബാക്കിയുള്ളവരെ ഭഗവാനെ അനുസരിക്കാതെ ഭഗവാന്റെ വിപരീതമായിട്ട് നിർദ്ദേശത്തിന്റെയും ആദേശത്തിന്റെയും എല്ലാം വിപരീതമായിട്ട്
ഈ ഭൗതിക ലോകം ആസ്വദിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഭഗവാന്റെ ബഹിരാംഗ ശക്തിയുടെ കീഴിൽ വരും. അപ്പൊ അവരുടെ കർമ്മഫലം അനുസരിച്ചിട്ട് അവർക്ക് അനുഭവിക്കേണ്ട, നല്ലതായാലും ശരി ചീത്തയായാലും ശരി, അവർക്ക് അത് പ്രകാരം അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ വായിച്ചത്. Okay, to be saved from this faulty association, King Kulashekara prays fervently to the Lord that he may never forget his lotus feet in any future birth. A devotee who perfects his devotional service certainly goes back to Godhead without a doubt. So for him there is no question of birth and death. And as mentioned above, a devotee who does not achieve complete perfection is guaranteed to take his birth in a learned and well-to-do family. അർജുനൻ 2 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ് ആൻഡ് ലോങ് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ്. ചില ആൾക്കാര് ആ ഭക്തി മാർഗത്തിൽ വന്നു, കുറച്ചു കാലം അതിൽ നിന്നു, അത് കഴിഞ്ഞ് വീണ്ടും തഥൈവ പഴയ ജീവിതത്തിലേക്ക്, ഭൗതിക ലോകത്തിലെ ആ ഭൗതിക കാര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങും, ഭക്തിയെല്ലാം വിട്ടിട്ട്. ഷോർട്ട് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ് ഭക്തന്മാരായി കുറച്ചു കാലം, പിന്നെ വീണ്ടും ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട്, അതായത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അത് ഷോർട്ട് ടേം. ലോങ് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ് വളരെ കുറെ കാലം ഭക്തിയുത സേവനം ചെയ്തു, പക്ഷെ അവസാനം എന്താണ് അന്ന് വീണു. ഒരു ഉദാഹരണം അജാമിള അല്ലേ? അജാമിള നല്ലൊരു ബ്രാഹ്മണനായിരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ. എന്തോ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധിഭ്രമം എന്താണോ, ഭഗവാന്റെ ലീല ഇതായിരിക്കാം, അദ്ദേഹം ഒരു കുടുക്കിൽ ചെന്ന് പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് എന്തായി? സെക്കൻഡ് ചാൻസ് കിട്ടിയില്ലേ? നാരായണ ഭഗവാന്റെ നാമം തൻ്റെ പുത്രന്റെ പേരിന്റെ അതിനോടുകൂടി വിളിച്ച് അദ്ദേഹത്തിന് ഒരു രണ്ടാമത്തെ ഒരു ചാൻസ് കിട്ടി. ഹരിദ്വാറിൽ പോയിട്ട് 12 വർഷം നാമസങ്കീർത്തനം ചെയ്ത് അദ്ദേഹത്തിന് വീണ്ടും മുക്തി കിട്ടി. അപ്പോൾ ഷോർട്ട് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ് നല്ലൊരു ധനികന്റെ കുടുംബത്തിലും ജനിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ എല്ലാവരും കണ്ടീസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും, ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പൊ അവർക്ക് അവിടുന്ന് ഡിവോഷണൽ സർവീസ് ചെയ്തിട്ട് അഡ്വാൻസ് ചെയ്യും. പക്ഷെ ചില സമയത്ത് എന്ത് പറ്റുന്നു, ഈ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ധനികരുടെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടി ഉണ്ടായിരിക്കും അവിടെ. ഭക്തി ചെയ്യുന്നതിന് പകരം അവര് ഭൗതിക സുഖങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കാൻ തുടങ്ങും. അതൊരു റിസ്ക് ഉണ്ട്. പക്ഷേ ലോങ് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ് അവര് ഡിവോട്ടി ഫാമിലിയിൽ വന്ന് ജനിക്കും. ഇപ്പൊ ഡിവോട്ടി ഫാമിലിയിൽ വന്ന് ജനിക്കുമ്പോൾ എന്താണ്, എല്ലാവരും ഡിവോട്ടീസ് ആണ്. ആ സത്സംഗത്തില് അവരെ ഫർദർ അഡ്വാൻസ് ചെയ്യും, എന്നിട്ട് ആ ലൈഫിൽ അവർക്ക് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പ്രഭുപാദ പറഞ്ഞത്, ഞങ്ങൾ ഡിവോട്ടി ഫാമിലിയില് ജനിക്കാനുള്ള ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞത്. അപ്പോൾ ലോങ് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ് എവിടെ ചെന്ന് ജനിക്കും? ബ്രാഹ്മണ കുടുംബത്തിലെ ഡിവോട്ടി ഫാമിലിയിൽ ജനിക്കും. ഷോർട്ട് ടേം ട്രാൻസെൻഡന്റൽ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, ധനികരുടെ ഫാമിലി, അവിടെ ചെന്ന് ജനിക്കും. അതില് ഈ ഷോർട്ട് ടേം ട്രാൻസെൻഡന്റലിസ്റ്റിന് റിസ്ക് ഉണ്ട്, കുറച്ച് കൂടുതൽ റിസ്ക് ഉണ്ട്. കാരണം വെച്ചാൽ അവര് അത് ശരിക്കും നേരെ കൊണ്ടുപോയാണെങ്കിൽ, മിസ്യൂസ് ചെയ്യാണ്ട് കൊണ്ടുപോയാണെങ്കിൽ അവർ ഡിവോട്ടിയാ മാറും, അല്ലെങ്കിൽ അവര് തെറ്റായിട്ടുള്ള വഴിയിൽ കൂടെ എന്നാണ് ഇവിടെ പറയുന്നത്. But even if a devotee is not given the advantage of good parentage, if he can attain the benediction of always remembering the lotus feet of the Lord, that is greater than any number of material assets. Constant remembrance of the Lord's name, fame, qualities, and so on automatically nullifies the reactions of all vices and invokes the blessings of the Lord. Continually, Sadatam Kirtayan Tomam, Bhagwande Gunam, Rupam, Leela, നാമം ഇതെല്ലാം എപ്പോഴും നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എല്ലാ ചീത്ത സ്വഭാവങ്ങളും അത് ഭഗവാൻ തന്നെ മാറ്റിയെടുക്കും. This constant remembrance of the lotus feet of the Lord is possible only when one engages in his active service. അപ്പൊ എപ്പോഴും നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരുടെ
സത്സംഗത്തിലിരിക്കുമ്പോൾ ഭഗവാന്റെ ആ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റൂ, അല്ലേ? അല്ലാതെ നമുക്ക് ഭഗവാനെ എപ്പോഴും സ്മരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും സത്സംഗത്തിലുണ്ടായിരിക്കണം. ആ സത്സംഗത്തിൽ ഉള്ളപ്പോഴാണ് നമുക്ക് ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടായിരിക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അതന്നെ ആയിരിക്കും തല എപ്പോഴും ആ പ്രൊജക്റ്റിനെ പറ്റിയിട്ടായിരിക്കും, ടോട്ടലി ഫോക്കസ്ഡ് ആണ്. അതേപോലെ നമ്മൾ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോൾ, ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ, ഭഗവാന്റെ പ്രാർത്ഥന ഗാനങ്ങൾ ചൊല്ലുമ്പോൾ, ഇതെല്ലാ സമയത്തും നമുക്ക് എപ്പോഴും ഭഗവാന്റെ സ്മരണ ഉണ്ടായിരിക്കും. അപ്പൊ കോൺസ്റ്റന്റ് റിമെമ്പറൻസ് ആണ് നമുക്ക് വേണ്ടത്. Constant remembrance of the lotus feet of the Lord is possible only when one engages in his active service. So a pure devotee therefore never asks the Lord for wealth, followers, or even a beautiful wife. ശുദ്ധ ഭക്തന്മാര് ഭൗതിക തലത്തിലുള്ള ഒന്നും ആഗ്രഹിക്കില്ല, അതിന് വേണ്ടി പരിശ്രമിക്കില്ല. അതുകൊണ്ടാണ് കുന്തി മഹാറാണി പറയുന്നത്, ജന്മ ഐശ്വര്യ ശ്രുത ശ്രീബീർ, അല്ലെ? ജന്മ ഐശ്വര്യ ശ്രുത ശ്രീ, നല്ലൊരു ഗുഡ് പാരന്റേജ്, നല്ല ഒരു കുലത്തില് നല്ല അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ജനിക്കുക, അല്ലെ? നല്ല സുഹൃത്ത് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇതൊക്കെ കിട്ടുള്ളൂ. ഐശ്വര്യം, എല്ലാ ഓപ്പുലൻസോടു കൂടി ജനിക്കുക, പണമുണ്ട്, പ്രതാപമുണ്ട്, പേരുണ്ട്, പ്രശസ്തി ഉണ്ട്, മഹിമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം ഐശ്വര്യത്തോടു ജനിക്കുക. ശ്രുത, എല്ലാം നല്ല ബുദ്ധി, നല്ല അറിവ്, ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിട്ട് ജനിക്കുക. ശ്രീ, നല്ല സുന്ദരനോ സുന്ദരിയായിട്ട് ജനിക്കുക. അപ്പൊ ഇതെല്ലാം നല്ല നല്ല സുഹൃത്തി ചെയ്തിട്ടുള്ള ആൾക്കാരെ പറ്റുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഭക്തി കിട്ടിക്കൊണ്ട് നിർബന്ധമില്ല. അതുകൊണ്ട് ഇതൊന്നുമല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഭക്തിക്ക് ഇതൊന്നും ക്രൈറ്റീരിയ അല്ല. എത്ര തന്നെ ബുദ്ധി ഉണ്ടായാലും, സൗന്ദര്യം ഉണ്ടായാലും, ഐശ്വര്യം ഉണ്ടായാലും, എത്ര തന്നെ നല്ല പേരന്റ്, നല്ല കുലത്തിൽ ജനിച്ചാലും നമുക്ക് ഭക്തി കിട്ടിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരാളും ഒരു ഭക്തനും പ്രാർത്ഥിക്കില്ല. ഭക്തൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? കുലശേഖര ആൾവാർ പ്രാർത്ഥിച്ച പോലെ, എത്ര ജന്മം എടുത്താലും കുഴപ്പമില്ല, എവിടെ ജന്മം കിട്ടിയാലും കുഴപ്പമില്ല, അങ്ങയെ മറക്കാതിരിക്കണേ, അങ്ങയെ എപ്പോഴും സ്മരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുക. സോ എ പ്യൂർ ഡിവോട്ടി therefore never asks the Lord for wealth, followers, or even a beautiful wife. അപ്പൊ സാധാരണ ഭൗതിക ലോകത്തിലെ സ്ഥാനമാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കുടുംബം വേണം, കുടുംബ മഹിമ വേണം, അതായത് കുലമഹിമ വേണം, ഐശ്വര്യം വേണം, പേരും പ്രശസ്തിയും ഇതൊക്കെ വേണം. അപ്പൊ അതിനാണ് മിക്ക ആൾക്കാരും ശ്രമിക്കുന്നത്, അല്ലേ? ഇപ്പൊ നമ്മള് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കാൻ പോകുന്നുണ്ട്. എന്തിനാണ്? നമ്മളെല്ലാവരും അതേപോലെയാണ്. അതായത് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ, നല്ല മെറിറ്റോടുകൂടി പാസ്സായാൽ, ഓക്കെ, നല്ല മാർക്കോടുകൂടി പാസ്സായാൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. അതിനുശേഷം നമുക്ക് നല്ല ജോലി കിട്ടും, പ്ലേസ്മെന്റ് കിട്ടും, നല്ല ശമ്പളം കിട്ടും. അപ്പൊ നന്നായിട്ട് നല്ലൊരു മെറ്റീരിയലി കംഫർട്ട് ലൈഫിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഡിവോട്ടിയാണ്, നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്നും ഇത് കാണും. പക്ഷെ സാധാരണ ജനങ്ങളെ എന്താണ്, ഇതെല്ലാമാണ് നോക്കുന്നത്. നമുക്ക് നന്നായിട്ട് സൊസൈറ്റിയിലെ ഒരു മാനം മര്യാദയോട് കൂടിയിട്ട്, നല്ല സ്ഥാനത്തോട് കൂടിയിട്ട്, നല്ല എല്ലാവരും ആദരവ് തരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കണം. അപ്പൊ അതാണ് എല്ലാവരും ആഗ്രഹം. നല്ല വീട് വേണം, കാറ് വേണം, കുടുംബം വേണം, റിലേഷൻഷിപ്പ് വേണം, നല്ല ഹെൽത്ത് വേണം, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി, നല്ല നമ്മളുടെ എല്ലാവരെയും ആഗ്രഹം. നല്ല ലൈഫ് സ്പാൻ വേണം. അതായത് നമ്മൾ പെട്ടെന്ന് വിട്ടുപോകാൻ പാടില്ല. മാക്സിമം നമ്മളുടെ ലൈഫ് നമ്മൾ ആസ്വദിക്കണം. അപ്പൊ അതിന് ആരോഗ്യം വേണം, അതിന് സമ്പത്ത് വേണം, സമൃദ്ധി വേണം. ഇതിനു വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാവരും ക്ഷേത്രങ്ങളിൽ, അമ്പലങ്ങളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാറ്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ഭക്തനാവാൻ പറ്റില്ല. അത് സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ ഒരു ഭക്തൻ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. So he simply prays for uninterrupted engagement in the Lord's service. Okay, uninterrupted
ഡിവോഷൻ. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരാധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മ സുപ്രസിദ്ധം. എന്താണ് സവൈ പുംസാം പരോധർമ്മം? എന്താണ് നമ്മുടെ പരോധർമ്മം? ഓരോ മനുഷ്യരുടെയും പരോധർമ്മം എന്താണ്? യഥോ ഭക്തി അധോക്ഷജേ, ഭക്തിയുത സേവനം ചെയ്യുക. അധോക്ഷജ ആരാണ്? അധോക്ഷജൻ ആരാണ്? അധോക്ഷജ ആരാണ്? അറിയില്ല? ഭഗവാൻ അല്ലേ? ഭഗവാൻ അധോക്ഷജൻ. ഓക്കെ. ആ ക്ഷ ഈ രണ്ട് വാക്കിന്റെ എന്താ പ്രത്യേകത? എന്താ പ്രഭുജി? ആ ക്ഷ ഈ രണ്ട് വാക്കിന്റെ എന്താ പ്രത്യേകത? ഒരിക്കലും ക്ഷയിക്കാത്തത്. ആ എന്നുള്ളത് എന്താണ്? ആദ്യത്തെ ലെറ്റർ ആൽഫബറ്റ്. ക്ഷ എന്നുള്ളത് അവസാനത്തെ ആൽഫബറ്റ് അല്ലേ? അപ്പോൾ ഈ ആ ക്ഷ, ആ മുതൽക്ക് ക്ഷ എന്നുള്ള ലെറ്റർ ഏത് ലെറ്റർ എടുത്താലും അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഏതൊരു വേർഡ്, ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ നമ്മൾ വേർഡ് ഉണ്ടാക്കിയാലും ഭഗവാനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ആ വാക്കുകളെ കൊണ്ട് നമുക്ക് ഭഗവാനെ വർണ്ണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വ്യക്തിയാണ് ഭഗവാൻ. അതാണ് അധോക്ഷജ അല്ലേ? ഇപ്പൊ എ ടു സി ഓർ എ ടു സെഡ് 26 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഈ എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ വേർഡ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഭഗവാനെ വർണ്ണിക്കാൻ പറ്റുമോ? ഇല്ല. അതിനപ്പുറമാണ് ഭഗവാൻ. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, വാക്കുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അക്ഷരത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ അക്ഷരങ്ങളും കൊണ്ട് ജ എന്ന് പറഞ്ഞ് ജനിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് അധോക്ഷജ. അപ്പൊ അഹൈതുകി അപ്രതീയത ആത്മസുപ്രസിദ്ധി. അതായത് സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ. ആ അധോക്ഷജനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ഭക്തി ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അത് എങ്ങനത്തെ ഭക്തി ആയിരിക്കണം? അഹൈതുകി, യാതൊരു മോട്ടിവേഷനും ഇല്ലാതെ, യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത ഭക്തി ആയിരിക്കണം. ഹേതു ഇല്ലാത്ത ഭക്തി. ഹേതു, ഒരു കാരണം. ഓക്കെ, ഞാൻ ഭക്തി ചെയ്യുന്നത്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ധ്യാനിക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത് ഇന്നത് നേടാനാണ്. എനിക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കുടുംബം വേണം, നല്ലൊരു ജോലി വേണം. ഈ കാരണങ്ങൾ ആയിരിക്കരുത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കരുത്. അഹൈതുകി, ഒരു എക്സ്പെക്ടേഷൻ പാടില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നല്ലാതെ വേറെ യാതൊരു ഭൗതിക തലത്തിലുള്ള എക്സ്പെക്ടേഷൻ പാടില്ല. അതുകൊണ്ടാണ് അഹൈതുകി. പിന്നെ അപ്രതിഹത. അപ്രതിഹത പറഞ്ഞാൽ, പ്രതിഹത പറഞ്ഞാൽ സ്റ്റോപ്പ്, അതായത് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. അപ്രതിഹത പറഞ്ഞാൽ വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, സ്റ്റോപ്പിംഗ് ആൻഡ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. കണ്ടിന്യൂസ് ആയിട്ട്, കൺസിസ്റ്റൻ്റ്ലി. നമ്മളിപ്പോൾ ചെയ്യുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം അല്ലേ, കോൺസ്റ്റൻ്റ് അല്ല. നമ്മൾക്ക് കൺസിസ്റ്റൻസി ഇല്ല. ചിലപ്പോൾ ചെയ്താൽ ചെയ്തു, ചിലപ്പോൾ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല. ഓക്കെ. 24 മണിക്കൂറിൽ എത്ര നേരം നമ്മൾ ഭക്തിക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്? വളരെ ചുരുക്കം സമയം. പക്ഷെ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെക്കൻഡറി ആയിട്ടാണ്. ബാക്കിയുള്ള കാര്യത്തിൽ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഭൗതിക തലത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആത്മീയ തലത്തിലുള്ള ആ കാര്യങ്ങൾക്ക് നമ്മൾ സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് അവിടെ മാറ്റിവെക്കും അല്ലേ? നമ്മളുടെ ഡിവോഷൻ സർവീസ് അവിടെ മാറ്റിവെക്കും. അത് കുഴപ്പമില്ല, ഭഗവാൻ അറിയാം, നമ്മളുടെ പ്രശ്നങ്ങൾ അറിയാം, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അറിയാം.
അപ്പൊ ഇന്ന് ചാൻഡ് ചെയ്തിലും കുഴപ്പമില്ല, നമുക്ക് നാളെ ചാൻഡ് ചെയ്യാം. ഒരു ദിവസം ചാൻഡ് ചെയ്തില്ലെങ്കിൽ ആകാശം പിടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. നമ്മുടെ മനസ്സ് നമ്മളെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തും. മനസ്സ് ഭയങ്കര വലിയൊരു കൾപ്രിറ്റാണ്. മനസ്സ് പറയുമോ ഒരു ദിവസം അപ്പം മാലയില്ല, ഭഗവാൻ നന്നായിട്ട് അറിയില്ലേ എത്ര ഉത്തരവാദിത്തമാണ്. കുട്ടികളെ നോക്കണം, അവരെ സ്കൂളിൽ പറഞ്ഞയക്കണം, അവരുടെ എന്താ പറയുക യൂണിഫോം തയ്യാറായി കൊടുക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഭർത്താവിനെ പറഞ്ഞയക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഗ്രോസറി വാങ്ങിക്കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് അവിടെ സമയം കിട്ടുന്നത്. അതുകൊണ്ട് ഭഗവാൻ അറിയാം എൻ്റെ കാര്യമൊക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ദിവസം ചാൻഡ് ചെയ്തും കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം ഭഗവത്ഗീത ക്ലാസ്സിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ദിവസം ഭഗവത്ഗീത വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, ഭഗവാൻ എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ ഇന്ന് എക്സ്ക്യൂസ്, നാളെ എന്തായി, നാളെ വീണ്ടും വേറെ വല്ല പ്രശ്നങ്ങൾ വരും. കല്യാണം വരും, കാതുകുത്ത് വരും, അത് വരും, ഇത് വരും, അവിടെ പോയി ഇവിടെ പോയി. അപ്പം അന്നും പോയി, 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ടോട്ടലി നമ്മൾ മറന്നു. കംപ്ലീറ്റ് നമ്മൾ ഭൗതിക ലോകത്തിലുള്ള ജീവിതത്തിൽ മുഴുകി ജീവിക്കേണ്ടി വരും. ഭഗവാന്റെ കാര്യം പിന്നെ വല്ലവരും സത്സംഗിൽ പോണല്ലേ, ഞാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഭഗവാനൊക്കെ അറിയാവുന്നത്, ഞാൻ വരാട്ടോ, സമയം ഉണ്ടെങ്കിൽ വരാട്ടോ എന്ന് പറയും അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അപ്രതിഹത എന്ന് പറഞ്ഞാൽ അതിന് ഒരു മുടക്കം പാടില്ല. നമ്മൾ രാവിലെ ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ നമ്മൾ മുടക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും മുടക്കം വരാനില്ല. അതേപോലെ ഇതും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലും മുടക്കം വരാൻ പാടില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, ദിവസേന എഴുന്നേറ്റ് കുളിക്കുന്നു, ഓഫീസിൽ പോകുന്നു, ഇതെല്ലാം നിത്യേന നടക്കുന്നുണ്ടല്ലോ, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ നമ്മളുടെ കാര്യങ്ങൾ, ജപം, ആരതി, വായന, സത്സംഗം, ഇതെല്ലാം നമ്മൾ ഓരോ ഷെഡ്യൂളായിട്ട് നമ്മൾ ഇന്ന ദിവസം ഇന്ന പോലെ ചെയ്യണം എന്നുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് പ്രകാരം തന്നെ മുടക്കാതെ ചെയ്യണം. അല്ലാണ്ട് വൺസ് ഇൻ എ വീക്ക് നമ്മൾ വന്ന് ഭഗവത്ഗീത വായിച്ചോ അല്ലെങ്കിൽ അതൊക്കെ നല്ലതാണ്, വൺസ് ഇൻ എ വീക്കോ 2 വീക്കോ. പക്ഷെ ഡെയിലി നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. അസോസിയേഷൻ വൺസ് ഇൻ എ വീക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല, 2 വീക്കോ 1 വീക്കോ ആയിക്കോട്ടെ. പക്ഷേ ഡെയിലി നമ്മളുടെ ചാൻഡിങ് മുടങ്ങാതെ പോകണം, റീഡിങ് മുടങ്ങാതെ പോകണം, അസോസിയേഷൻ ഡിവോട്ടീസ് മുടങ്ങാതെ പോകണം, ആരത്തി മുടങ്ങാതെ പോകണം. എങ്ങനെ ബാക്കിയുള്ള നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓരോ കുഴപ്പം കൂടാതെ നമ്മൾ നിറവേറുന്നു, അതേപോലെ നമ്മുടെ ആത്മീയ തലത്തിലുള്ള ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മുടക്കാതെ നമ്മൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് അഡ്വാൻസ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ല അതിന് നമ്മുടെ മനസ്സ് പറയുക അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആ ജോലിയുണ്ട് ഈ ജോലിയുണ്ട്, ഇപ്പം സമയമില്ല, അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അഹൈതുക്കി അപ്രതിഹത ഏ ആത്മാ സുപ്രസീദതി. അപ്പോഴാണ് നമ്മളുടെ ആത്മാവിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, ഒരു തൃപ്തി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ആത്മാവ് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. കാരണം ആത്മാവിന് കിട്ടേണ്ട ആ ഭക്ഷണം കിട്ടുന്നില്ല, ആഹാരം കിട്ടുന്നില്ല. ആത്മാവിന് കിട്ടേണ്ടത് ഭക്തിയുത സേവനമാണ്. അതുകൊണ്ടാണ് ശരീരത്തിന് നമുക്ക് ഭക്ഷണം കിട്ടിയാൽ അത് പുഷ്ടിപ്പെടുത്താൻ പറ്റും, സന്തോഷം വരും ശരീരത്തിന്, അല്ലേ. അതേപോലെ ആത്മാവിന് സന്തോഷം വേണമെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാന്റെ കാര്യങ്ങളിൽ ഇടപെടണം, അപ്പോഴേ ആത്മാവിന് സന്തോഷം ഉണ്ടാവുള്ളൂ. എങ്ങനെ ശരീരത്തിന് ഭക്ഷണം കിട്ടുമ്പോൾ അതിന് തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി ഇതൊക്കെ കിട്ടുന്നില്ലേ? ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ 3 കാര്യം, തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി, 3 കാര്യം കിട്ടുന്നു. അതേപോലെ ആത്മാവിന് സന്തോഷം, ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ നിത്യേന ഇടപെടണം. ജപം വേണം, ഭഗവത്ഗീത ഭാഗവതം പാരായണം വേണം, ഡിവോട്ടി അസോസിയേഷൻ വേണം, ഭഗവാന്റെ ആരതി ചെയ്യണം. ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് വിടാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വേഗത്തിൽ നമുക്ക് അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. So a devotee therefore never asks for the Lord for wealth, followers, or even a beautiful wife. Simply prays for uninterrupted engagement. Uninterrupted. അതാണ് അപ്രതിഹത.
അൺഇൻറ്ററപ്റ്റഡ്, ഒരു ഇൻറ്ററപ്ഷനും പാടില്ല. ഞാനൊരു 2 മണിക്കൂർ 16 മാല ജപിക്കാന്ന് പറഞ്ഞാൽ അത് ആ ജപം മാത്രമായിരിക്കണം. അതിന്റെ ഇടയിൽ വേറെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ടോട്ടലി എക്സ്ക്ലൂസീവ്ലി ചാൻഡിങ് മാത്രം. അതിന്റെ ഇടയിൽ ടി വി കാണുക, പേപ്പർ വായിക്കുക, വാട്സാപ്പ് നോക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, സംസാരിക്കുക, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഇല്ല. അപ്പൊ അവിടെ എന്തായി? അവിടെ നമ്മുടെ നിയമം വ്യതിചലിച്ചു. അത് ചെയ്യാൻ പാടില്ല. എക്സ്ക്ലൂസീവ് ഡിവോഷൻ ആയിരിക്കണം അപ്രതീയത. So uninterrupted engagement in the Lord's service, that should be the motto of the life of all prospective students in devout service. അതായിരിക്കണം നമ്മളുടെ ജീവിത ലക്ഷ്യം. പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസിന്റെ, നമ്മളെല്ലാം പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസ് ആണ് ഡിവോഷണൽ സർവീസിൽ. അപ്പൊ നമ്മളുടെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം. അതൊന്ന് വ്യതിചലിക്കാൻ പാടില്ല. നമ്മൾ അതിനെ ലൈറ്റായിട്ട് കാണാൻ പാടില്ല, ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ചലത്താ ഹെ, ഇന്നല്ലെങ്കിൽ നാളെ, നാളെ പറയും നാളെ, ആ നാളെ ഒരിക്കലും വരില്ല. ടുമോറോ നെവർ കംസ്. അതാണ് കുലശേഖർ ആൾവാറിന്റെ നമ്പർ 3 ശ്ലോക പറയുന്നത്. അടുത്തത് ശ്ലോക 4 അടുത്ത ആഴ്ചയിൽ. ഹരേ കൃഷ്ണ. വാഞ്ച കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय. श्री प्रभात की जय. गुरु महाराज की जय. Okay, so text 4 ശ്ലോക 4 ആണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. Hare Krishna.